നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീല പിള്ള, ഭാരത് ലൈവിന്റെ ചീഫ് എഡിറ്ററും MD-യുമാണ്. കഴിഞ്ഞ ദിവസം PK ശ്രീമതി ടീച്ചർ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിൽ നിർഭാഗ്യവശാൽ ഭാരത് ലൈവിന്റെ പേരുകൂടി അതിൽ കടന്നു വന്നു. അതിന് കാരണം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആയിരുന്നു. ആ ഇൻഫർമേഷൻ യഥാർത്ഥത്തിൽ ഒന്ന് കൃത്യമായി ക്രോസ് ചെക്ക് ചെയ്യുന്നതിൽ ഉണ്ടായ ഒരു വീഴ്ച കൂടിയാണ്. ഒരു വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിൽ ആ രേഖയിൽ PK ശ്രീമതി എന്നൊരാളുടെ പേര് കൂടി ഉണ്ടായിരുന്നു. ആ പേര് അതായത് കാലങ്ങളായി പലരും കുടുംബ പെൻഷൻ പറ്റുന്നതിനെ പറ്റിയായിരുന്നു വാർത്ത. അതിൽ ഗൗരിയമ്മ അടക്കമുള്ളവർ അങ്ങനെ പെൻഷൻ പറ്റുന്ന തരത്തിൽ വാർത്ത വന്നതിന്റെ ചുവട് പിടിച്ചാണ് പിന്നീട് PK ശ്രീമതി ടീച്ചറിന്റെ പേര് കൂടി ഇതിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത്. ആ വിവരാവകാശ രേഖയിൽ PK ശ്രീമതി എന്ന് ഒരാളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഓഫീസിൽ പുതിയതായി വന്നിട്ടുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ചെയ്തൊരു വാർത്തയാണ്. ആ വാർത്തയിൽ PK ശ്രീമതി ടീച്ചർ ഇപ്പോഴത്തെ CPM-ന്റെ മുൻ ആരോഗ്യമന്ത്രി കൂടിയായിരുന്ന PK ശ്രീമതി ടീച്ചറാണെന്ന് തെറ്റിദ്ധരിച്ച് ചെയ്തു പോയൊരു വാർത്തയാണ്. അതായത് PR കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു MLA രണ്ടാം കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിയമസഭയിൽ ഉണ്ടായിരുന്ന ആ MLA-യുടെ ഭാര്യ, ആ ഭാര്യയുടെ പേരാണ് PK ശ്രീമതി. എന്നാൽ ജനങ്ങൾക്ക് എവർക്കും പരിചിതയായ ഒരു നിയമസഭാംഗമൊക്കെ ആയിരുന്ന ഒരാളെന്ന രീതിയിൽ PK ശ്രീമതി ടീച്ചറാണ് അതെന്ന് തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്റെ റിപ്പോർട്ടർ അടക്കമുള്ളവർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നലെ ഈ വാർത്ത ഇത് സംബന്ധിച്ച വിവാദം ഉയർന്നപ്പോൾ തന്നെ ഞാൻ ആ റിപ്പോർട്ടറോട് കാര്യങ്ങൾ ചോദിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തു. വിവരാവകാശ രേഖയിൽ വന്ന ഒരു കാര്യം സാധാരണഗതിയിൽ അത് തെറ്റാനുള്ള സാധ്യതകൾ തുലോം കുറവാണ്. ഇവിടെ വിവരാവകാശ രേഖയിൽ വന്നത് യഥാർത്ഥ വിവരങ്ങൾ തന്നെയാണ്. അത് മറ്റൊരു MLA-യുടെ ഭാര്യയാണ്. പക്ഷെ ആൾക്കാർക്ക് കൂടുതൽ പരിചിതമായത് PK ശ്രീമതി എന്ന് കേൾക്കുമ്പോൾ ശ്രീമതി ടീച്ചറെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പറ്റിപ്പോയ ഒരു അബദ്ധമാണ്. പുതിയ കുട്ടി ആയതുകൊണ്ട് ഒരു പക്ഷെ ആ കുട്ടി അത്രയും ക്രോസ് ചെക്കും ചെയ്തിട്ടുണ്ടാവില്ല. വിവരാവകാശ രേഖയുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാനും ആ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പാലിച്ചില്ല എന്ന് വേണം എനിക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും ഇകഴ്ത്തി കാണിക്കാനോ ഇല്ലാത്ത കാര്യങ്ങൾ വാർത്ത ചെയ്യാനോ ചെയ്യുന്ന തരത്തിൽ വാർത്തകൾ ചെയ്യുകയോ അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം കൊണ്ടോ രാഷ്ട്രീയ വിരോധം കൊണ്ടോ ആർക്കെങ്കിലും എതിരെ ഇല്ലാത്ത കഥകൾ ചമച്ചു കൂട്ടുന്ന ഒരു മാധ്യമമല്ല ഭാരത് ലൈവ്. കഴിഞ്ഞ 5 വർഷമായി ഭാരത് ലൈവ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 5 വർഷത്തിനിടയിൽ ഒരു കേസുകളും ഞങ്ങളുടെ ആകെയുള്ളത് ഒരു കേസ് മാത്രമാണ്. ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ നിരന്തരമായി അത്തരത്തിൽ ഏതെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ആ കേസ് അല്ലാതെ മറ്റൊരു കേസും ഇന്ന് വരെ ഭാരത് ലൈവിന്റെ പേരിലില്ല. വളരെ ജാഗ്രതയോടുകൂടി തന്നെ മാധ്യമ പ്രവർത്തകർ തന്നെ നടത്തുന്ന ഒരു ഇനിഷ്യേറ്റീവ് എന്ന രീതിയിൽ തന്നെയാണ് ഈ മാധ്യമം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മാധ്യമ പ്രവർത്തനം പഠിച്ച വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങളുടെ സ്ഥാപനത്തിലുള്ളത്. ഒരു പുതിയ കുട്ടി ആയതുകൊണ്ട് സംഭവിച്ചു പോയ ഒരു പിഴവ് കൂടിയാണ് ഇത്. ഇന്നലെ ഈ വിഷയം അറിയുകയും PK ശ്രീമതി ടീച്ചർ മാധ്യമങ്ങളുടെ മുന്നിൽ കരയുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ വളരെയധികം സങ്കടം എനിക്കുമുണ്ടായി. അതിന് ഒരു പരിധിവരെ കാരണക്കാരി എന്റെ സ്ഥാപനം കൂടി, അല്ലെങ്കിൽ എന്റെ സ്ഥാപനത്തിലെ ഒരാളും അത് എന്റെ സ്ഥാപനവും കൂടി അതിന് കാരണക്കാരായി മാറിയല്ലോ എന്ന് സങ്കടം എനിക്കുണ്ടായി. മാത്രമല്ല എനിക്കും എന്റെ അമ്മ നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു അമ്മ കരയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനപ്രയാസം എനിക്ക് മനസ്സിലായി. ഉടൻ തന്നെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഞാൻ ശ്രീമതി ടീച്ചറിനെ നേരിൽ വിളിച്ചു. ശ്രീമതി ടീച്ചറിനോട് സംഭവിച്ചു പോയ അബദ്ധത്തെക്കുറിച്ച് പറഞ്ഞു. ശ്രീമതി ടീച്ചറിനോട് ഞാൻ മാപ്പ് അപേക്ഷിച്ചു. ഏതെങ്കിലും തരത്തിൽ മാപ്പ് പറയുന്നത് ഒരു കുറവായി ഞാൻ കാണുന്നില്ല. മനുഷ്യനാണ്, മനുഷ്യന് തെറ്റുപറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ അത് മനസ്സിലാക്കിയാൽ തിരുത്തുക എന്നുള്ള സാമാന്യ ധർമ്മമാണ് ഞാൻ ഈ സമയത്ത് നിർവഹിക്കുന്നത്. അത് ടീച്ചറിന്റെ ആ വാർത്ത ടീച്ചറിനോട് മാത്രം ഇത്തരത്തിൽ മാപ്പപേക്ഷ നടത്തിയാൽ പോരാ, പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു കാര്യം കൂടി വന്നതുകൊണ്ട് തന്നെ എന്റെ ചാനലിലൂടെ തന്നെ ഇത് പറയണം എന്ന് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോ ഇതിന് വീണ്ടും ഒരു മാപ്പ് പറയുന്നത്. ശ്രീമതി ടീച്ചറിനെ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മോശപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരുന്നില്ല. എന്റെ മാധ്യമ പ്രവർത്തന ചരിത്രത്തിലുടനീളം ഞാൻ അത്തരത്തിൽ ഏതെങ്കിലും സ്ത്രീകളെയോ അല്ലെങ്കിൽ ഈ 5 വർഷമായി തുടരുന്ന ഈ യൂട്യൂബ് ചാനൽ എന്ന് നിങ്ങൾ പറയുന്ന എന്റെ സ്ഥാപനം, അതായത് ഞാൻ ഒരു കമ്പനിയായി തന്നെ രജിസ്റ്റർ ചെയ്താണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള വാർത്തകളും ആരുടെയെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളോ വ്യക്തിപരമായ വൈരാഗ്യങ്ങളോ ആരുടെയെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാർത്ത ചെയ്യുന്ന ഒരു മാധ്യമമല്ല ഭാരതിലേത്. ഞങ്ങൾ വാർത്തകൾ, അതായത് പൊളിറ്റിക്കൽ വാർത്തകളും അങ്ങനെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ വാർത്തകൾ മാത്രമാണ് സാധാരണഗതിയിൽ നൽകാറുള്ളത്. സിനിമയും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെയും ഒക്കെ രാഷ്ട്രീയം മുഖ്യ വിഷയമായി തന്നെയാണ് ചാനൽ നിലനിന്ന് പോകുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ പണം വാങ്ങിച്ചോ ആരെയെങ്കിലും ഇകഴ്ത്തി കാണിക്കാനോ ഏതെങ്കിലും രീതിയിലുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ സത്യസന്ധമായി മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടുപോകുന്ന ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ തന്നെയാണ്. അത് മുഖം നോക്കാതെ തന്നെ എന്റെ പോലും ഞാൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ ഒരുപക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ പോലും ആ രാഷ്ട്രീയ പാർട്ടിയിലെ പോലും എന്തെങ്കിലും പുഴുക്കുത്തുകൾ കണ്ടാൽ ഉടൻ തന്നെ ഈ മാധ്യമം വാർത്ത ചെയ്യാറുണ്ട്. അങ്ങനെ ആരെയെങ്കിലും അതായത് നിഷ്പക്ഷമായി നിലനിൽക്കുന്ന സത്യസന്ധമായ വാർത്തകൾ മാത്രം ചെയ്തു പോകുന്ന മാധ്യമമാണ്. ടീച്ചറോട് ഞാൻ വീണ്ടും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ടീച്ചറോട് ഞാൻ മാപ്പ് പറയുകയാണ്. ടീച്ചറിനുണ്ടായ മാനഹാനിയിൽ എന്തെങ്കിലും തരത്തിൽ ഞാൻ കാരണഭൂതയായിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഞാൻ ടീച്ചറോട് മാപ്പ് പറയുകയാണ്. മാപ്പ് മാപ്പ് മാപ്പ്. ടീച്ചർ, ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് ചെയ്യാനില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടം ഉണ്ടാക്കി. ടീച്ചർ കരയുന്നത് എനിക്ക് വലിയ സങ്കടം ഉണ്ടാക്കി. കാരണം സ്ത്രീകളെ സൈബർ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയോ ചെയ്യുന്ന സ്ഥാപനമേ അല്ല എന്റെ സ്ഥാപനം. ഞാൻ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അക്കാര്യത്തിൽ ഞാൻ വളരെ ജാഗ്രത പുലർത്തുകയാണ്. എപ്പോഴും സ്ത്രീകളോടൊപ്പം തന്നെ നിലനിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. അത് ഏതു തരത്തിലുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങളിൽ പോലും ഞാൻ സ്ത്രീകളെ ഏതെങ്കിലും രീതിയിൽ അപമാനിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെയും. അതുകൊണ്ട് ടീച്ചറിനെ അങ്ങനെ ടീച്ചറിന്റെ രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ ടീച്ചറിനെ എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമം എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പറ്റിയത് ഒരു വലിയ അബദ്ധമാണ്, അത് മനസ്സിലാക്കുന്നു. ടീച്ചറോട് വീണ്ടും മാപ്പ് ചോദിക്കുകയാണ്. ടീച്ചർ ക്ഷമിക്കും എന്നാണ് എന്റെ വിശ്വാസം. കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേസിൽ നിന്ന് ഒഴിവാകാനോ അല്ല അങ്ങനെയല്ല ഇത്തരത്തിൽ ഞാൻ മാപ്പ് പറയുന്നത്. ടീച്ചറിന്റെ കരച്ചിൽ, ആ വിഷമം എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. ടീച്ചറിന് കേസ് കൊടുക്കുകയോ കേസുമായി പോവുകയോ നിയമ നടപടികൾ സാധാരണഗതിയിൽ തെറ്റ് ചെയ്താൽ അതിന് മാർഗങ്ങളുണ്ടല്ലോ. അത് നിയമപരമായ മാർഗങ്ങളെങ്കിൽ നിയമപരമായ മാർഗങ്ങളിൽ പോയാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് എന്റെ നിലപാട് ഇത് തന്നെയായിരിക്കും. ഒരിക്കലും ആ നിലപാടിന് മാറ്റമില്ല. ടീച്ചറിനോട് ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ പറയുകയാണ്. ടീച്ചർ, എന്തെങ്കിലും മനപ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കരുത്. തെറ്റുപറ്റിപ്പോയാൽ മാപ്പ് പറയുന്നു എന്നുള്ളത് കൊണ്ട് എനിക്കവിടെ ഒരു തരത്തിൽ ഞാൻ കുറച്ചുകൂടി ജെനുവിനും പൊളൈറ്റുമാകുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ടീച്ചറോട് ഞാൻ യാഥാർത്ഥ്യം മനസ്സിലാക്കി ടീച്ചറോട് വീണ്ടും മാപ്പ് പറയുകയാണ്. പുതിയ ഒരു ജേർണലിസ്റ്റിന് പറ്റിപ്പോയ ഒരു അബദ്ധം കൂടിയാണ്. അതുകൊണ്ട് ടീച്ചർ ഞങ്ങളോട് ഈ വിഷയത്തിൽ ഒരു വൈരാഗ്യവും വെച്ച് പുലർത്തരുത്. ഞങ്ങൾ അങ്ങനെ ഒരു തരത്തിലും ടീച്ചറെ എഴുത്താനുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആ രീതിയിലല്ല ആ വാർത്ത വന്നത്. ആ വാർത്തയുടെ മറ്റൊരു തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയത് കൊണ്ട് തന്നെയാണ് ആ വാർത്ത വന്നത് എന്നാണ് എനിക്ക് ടീച്ചറോട് പറയാനുള്ളത്.